ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു തട്ടുകട സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ആണ്. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിന് മുന്നേ ആദ്യമായി നമ്മുടെ ഈ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബീഫ് റോസ്റ്റിലേക്കായി ഞാനിവിടെ ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടാതെ 2 പച്ചമുളക്, കുറച്ചധികം ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കൂടാതെ 2 തക്കാളി കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബീഫിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിൽ ഒരു 5 വിസിലടുപ്പിക്കാം. ഇനി നമുക്കൊരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെക്കാം. ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ചൂടാകുന്നപ്പോൾ ഞാനതിലേക്ക് 2 ഗ്രാമ്പു, 1 ഏലക്ക, 2 കറുവപ്പട്ട, 1 കച്ചവടം ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും ചേർത്ത് നമ്മൾ ചെറുതായൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ചെറിയുള്ളിയും സവാളയും പച്ചമുളകും എല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പെരിഞ്ചീരകം ചതച്ച് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി നന്നായി വഴറ്റിയെടുക്കാം. സവാളൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. എല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുക്കറിൽ വേവിച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഞാനിതിലേക്ക് 1 സ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി നമുക്ക് തിളപ്പിച്ചെടുക്കാം. വെള്ളമൊക്കെ നന്നായി വറ്റി വഴണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തട്ടുകട സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് റെഡിയായി.